നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. കൊളോണിലെ മലയാളി പ്രവാസി സമൂഹത്തിന്റെ പ്രിയങ്കരനായ സണ്ണി ഇളപ്പങ്കലിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ സ്മരിച്ചുകൊണ്ടും വിവിധ സംഘടനാ ഭാരവാഹികൾ അനുസ്മരിച്ചുകൊണ്ടുമുള്ള ഒരു എക്സ്ക്ലൂസീവാണിത്. കൊളോണിലെ മലയാളി പൊതുരംഗത്തും കായിക മേഖലയിലും സജീവ സാന്നിധ്യമായിരുന്ന സണ്ണി സെബാസ്റ്റ്യൻ ഇളപ്പങ്കലിന്റെ വിയോഗം പ്രവാസി സമൂഹത്തിന് വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 തവണ കൊളോൺ മാരത്തോൺ വിജയകരമായി ഓടി പൂർത്തിയാക്കിയ അദ്ദേഹത്തിന്റെ കായിക ക്ഷമതയും ഉത്സാഹവും എന്നും വിസ്മയത്തോടെ മാത്രമേ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. കായിക രംഗത്തോടുള്ള ഈ ആവേശം തന്നെയാണ് ദീർഘകാലം കൊളോൺ കേരള സമാജത്തിന്റെ ഭരണസമിതി അംഗമായി നീണ്ട വർഷക്കാലം സ്പോർട്സ് സെക്രട്ടറി എന്ന നിലയിൽ മികച്ച സേവനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കരുത്തായത്. സമാജത്തിന്റെ കായിക പ്രവർത്തനങ്ങളെയും യുവതലമുറയെയും മുന്നോട്ട് നയിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. നല്ലൊരു സ്പോർട്സ്മാൻ ആയിരുന്ന സണ്ണി കൈരളി കലാസമിതി, ചലഞ്ചേഴ്സ് സ്പോർട്സ് ക്ലബ്, ബയന്താൾ കുടുംബ കൂട്ടായ്മ തുടങ്ങിയ പ്രസ്ഥാനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. വോളിബോൾ, ബാഡ്മിന്റൺ കളികളിലും തൽപരനായ സണ്ണി ഇളപ്പങ്കൽ കൊളോണിലെ ഇന്ത്യൻ കൂട്ടായ്മയുടെ ഫ്രൈസൈറ്റ് ഗ്രൂപ്പിലും 56 ചീട്ടുകളിയിൽ ആശാനുമായിരുന്നു. കൊളോണിലെ കറുത്ത മാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളിയിൽ വിശുദ്ധ അൽഫോൻസാമയുടെ ചിത്രം സ്ഥാപിച്ച് പ്രാർത്ഥനയും നൊവേനയും നടത്താൻ സണ്ണി ഇളപ്പങ്കലാണ് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത്. വ്യക്തിജീവിതത്തിൽ തികഞ്ഞൊരു പരോപകാരിയായിരുന്ന സണ്ണി മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അതോടൊപ്പം തന്നെ തന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും ആരുടെയും മുഖത്ത് നോക്കി അസന്നിഗ്ധമായി ആർജവത്തോടെ തുറന്നു പറയാനുള്ള അദ്ദേഹത്തിന്റെ നട്ടെല്ലും ആത്മാർത്ഥതയും എല്ലാവരുടെയും ബഹുമാനം പിടിച്ചുപറ്റിയിരുന്നു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി കൊളോണിൽ, പ്രത്യേകിച്ച് റോണ്ടോർഫിൽ താമസിച്ചിരുന്ന സണ്ണി ചങ്ങനാശ്ശേരി ചീരഞ്ചിറ സ്വദേശിയാണ്. ജൂൺ 5 വെള്ളിയാഴ്ച റോണ്ടോർഫിലെ വിശുദ്ധ പൂജരാജാക്കന്മാരുടെ ദേവാലയത്തിൽ നടന്ന ദിവ്യബലിയോടു കൂടിയാണ് സംസ്കാര കർമ്മങ്ങൾ ആരംഭിച്ചത്. ഫാദർ ജോർജ് വെമ്പാടുതറ CMI വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജേക്കബ് മാലക്കൽ CMI അനുസ്മരണ പ്രസംഗം നടത്തി. ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി CMI, ഡിയാക്കോൺ വില്ലി ഒമർ എന്നിവർ സഹകാർമ്മികരായി. സണ്ണിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളും ബന്ധുക്കളും അതുമാത്രമല്ല ജർമ്മനിക്ക് പുറത്തു നിന്നും ആളുകൾ എത്തിയിരുന്നു. കൊളോൺ റോണ്ടോർഫ് മലയാളി സമൂഹത്തിലും ബയന്താൾ കുടുംബ കൂട്ടായ്മയിലും സജീവ അംഗമായിരുന്ന സണ്ണിക്ക് കൊളോൺ റോണ്ടോഫ് സിമിത്തേരിയിലാണ് അന്ത്യവിശ്രമം ഒരുക്കിയത്. കൊളോണിലെ വിവിധ മലയാളി സംഘടനാ നേതാക്കളായ സുഹൃത്തുക്കൾ സണ്ണിയെ സ്മരിക്കുമ്പോൾ അവരുടെ വാക്കുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ജോയ് മാണിക്കത്ത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലം കൊളോൺ മലയാളികളുടെ സാമൂഹ്യ ജീവിതത്തിൽ നിറസാന്നിധ്യമായിരുന്നു സണ്ണി ഇളപ്പങ്കൽ. കൊളോൺ കേരള സമാജം, കൈരളി കലാസമിതി, ചലഞ്ചേഴ്സ് സ്പോർട്സ് ക്ലബ്ബ്, ബയ്യന്താൾ കുടുംബ കൂട്ടായ്മ തുടങ്ങിയ നിരവധി പൊതുവേദികളിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിരുന്ന ആ വ്യക്തിത്വം ഇന്ന് ഓർമ്മകളായിരിക്കുന്നു. 1979 അവസാനത്തോടെ ജർമ്മനിയിലെത്തിയ ഞാൻ ഇടപഴകിയ ആദ്യകാല സുഹൃത്തു വലയത്തിൽ സണ്ണിയും ഉണ്ടായിരുന്നു. തെറ്റെന്ന് തനിക്ക് ബോധ്യമാകുന്നതിനെ ശക്തമായി എതിർക്കുകയും നല്ലതെന്ന് കാണുന്നതിനെ തന്നോട് ചേർത്ത് നിർത്തുകയും ചെയ്തതിനോടൊപ്പം സൗഹൃദങ്ങളെ നിലനിർത്തുന്നതിലും അതീവ താല്പര്യനായിരുന്നു അദ്ദേഹം. സ്പോർട്സ് രംഗത്ത് ബാഡ്മിന്റണിലും മാരത്തോണിലും കഴിവ് തെളിയിച്ച താരമായിരുന്നു പരേതൻ. കൊളോണിലെ കറുത്ത മാതാവിന്റെ ദേവാലയത്തിൽ കേരളത്തിന്റെ വിശുദ്ധിയെ അംഗീകരിക്കുന്ന വിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമുചിതമായ ഒരു സ്ഥാനം കിട്ടിയിരിക്കുന്നതിൽ അദ്ദേഹം ഒരു നിർണായക പങ്കു വഹിച്ചു എന്നത് ചരിത്രം. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ 56 ചീട്ട് കളിക്കാനായി ഒന്നിച്ചു കൂടുന്ന കൊളോണിൽ ഇന്ത്യൻ ഇടവകയുടെ ഫ്രൈസൈറ്റ് ഗ്രൂപ്പിൽ അസുഖബാധിതനാകുന്ന നാളുവരെ മുറതെറ്റാതെ പങ്കെടുത്തിരുന്നു സണ്ണി. ദൈനംദിന ജീവിതത്തിൽ ഏതൊരു സാഹചര്യത്തിലും ആവശ്യക്കാരെ കണ്ടെത്തി സഹായം നൽകുന്ന ഈ സ്നേഹിതന്റെ വേർപാട് സമൂഹത്തിൽ നികത്താനാവാത്തൊരു വിടവാണ് തീർത്തിരിക്കുന്നത്. പരേതന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാവന സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ജോസ് പുതുശ്ശേരി. കൊളോൺ കേരള സമാജം സ്ഥാപക മെമ്പർ കൂടിയായ പ്രിയ സണ്ണി ഇളപ്പങ്കലിൻ്റെ വേർപാടിൽ നമ്മളെല്ലാവരും തുല്യ ദുഃഖിതരാണല്ലോ. പലവട്ടം ഭരണസമിതി അംഗമായിരുന്ന സണ്ണി മിക്കവാറും സ്പോർട്സ് സെക്രട്ടറി ആയിട്ടായിരുന്നു സേവനം ചെയ്തത്. ക്ലേശം നിറഞ്ഞ സമാജത്തിൻ്റെ വളർച്ചയുടെ ആരംഭകാലത്ത് തോളോട് തോട് ചേർന്ന് പ്രവർത്തിച്ച സണ്ണിയെ ഈ വേളയിൽ നന്ദിയോടെ ഓർക്കുന്നു. കൊളോൺ കേരള സമാജം
ഇന്നും ഉപയോഗിച്ചു വരുന്ന 56 ചീട്ടുകളി മത്സരത്തിൻ്റെ നിയമാവലിയിൽ പ്രിയ സണ്ണിയുടെ പങ്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സമാജത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ സ്ഥാപിതമായ കൈരളി കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യകാരനായ ജോൺ ഇളമത എഴുതി ഞാൻ സംവിധാനം ചെയ്ത ബന്ധനങ്ങൾ എന്ന നാടകത്തിൽ വേദിയിൽ നിറഞ്ഞ് അഭിനയിച്ച പ്രിയ സണ്ണിയുടെ റോൾ എന്നും നല്ല ഓർമ്മകളാണ്. സമാജം കൂടാതെ മറ്റു പല പ്രസ്ഥാനങ്ങളിലും പ്രിയ സണ്ണിയുടെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എർഫ് ക്രൈസ് പ്രാർത്ഥന കൂട്ടായ്മയിൽ സണ്ണിയുടെ സാന്നിധ്യം മറക്കുവാൻ കഴിയുകയില്ല. ഏതൊരു സംഭാഷണത്തിലും എന്നെ ആശാനെ എന്നുള്ള പ്രിയ സണ്ണിയുടെ വിളി ഇന്ന് നിലച്ചിരിക്കുന്നു. എല്ലാം ഇന്ന് നല്ല ഓർമ്മകളായി മനസ്സിൽ സ്ഥാനം പിടിക്കുന്നു. പ്രിയ സണ്ണി ഇളപ്പുങ്കലിൻ്റെ വേർപാടിൽ കൊളോൺ കേരള സമാജം അനുശോചനം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം പുതുശ്ശേരി കുടുംബത്തിൻ്റെ അനുശോചനവും ഈ വേളയിൽ അറിയിക്കുന്നു. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പ്രാർത്ഥനകളോടെ കൊളോൺ കേരള സമാജം പ്രസിഡന്റ് ജോസ് പുതുശ്ശേരി. ഡേവിസ് വടക്കഞ്ചേരി. സണ്ണിയുടെ ആകസ്മികമായ വേർപാടിൽ ദുഃഖിക്കുന്ന മേരിക്കുട്ടിയോടും എളപ്പുങ്കൽ കുടുംബത്തോടുമുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. കൊളോൺ മലയാളി സമൂഹത്തിൽ ഏറെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സണ്ണി. എനിക്ക് സണ്ണിയുമായിട്ട് വ്യക്തിപരമായിട്ട് അറിയാവുന്നത് കൊളോൺ കേരള സമാജം ഭരണസമിതിയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള വർഷങ്ങളാണ്. 43 വർഷത്തോളം കൊളോണിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കൊളോൺ കേരള സമാജത്തിലെ ഒരു സജീവ അംഗമാണ് സണ്ണി എളപ്പുങ്കൽ. അതുപോലെ ഭരണസമിതിയിൽ സ്പോർട്സ് സെക്രട്ടറി ആയിട്ട് നിരവധി വർഷങ്ങൾ സണ്ണി സേവനം ചെയ്തിട്ടുണ്ട്. ചീട്ടുകളി, മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചീട്ടുകളി 56 കളി മത്സരത്തിൻ്റെ നിയമാവലി സണ്ണി എളപ്പുങ്കൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആ ഒരു നിയമാവലിയാണ് സമാജത്തിൻ്റെ 30ാം വാർഷികം ആഘോഷിച്ച അവസരത്തിൽ സുവനിയറിൽ മലയാളത്തിൽ പ്രിൻ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചത്. തീർച്ചയായിട്ടും ഈ നിയമാവലി ഇന്ന് ജർമ്മനിയിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു നിയമാവലിയാണ്. സണ്ണി മലയാളി സമൂഹത്തിന് ഏറെ നന്മകൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം അഭിപ്രായത്തിൽ ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ വ്യക്തികളെ, സമൂഹത്തെ സഹായിക്കാനായിട്ട് എന്നും തൽപരനായിരുന്ന ഒരു വ്യക്തിയാണ്. അവസാനമായിട്ട് കഴിഞ്ഞ 5-6 വർഷം ഇന്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ വിശ്രമവേള കൂട്ടായ്മയിൽ 56 കളിയിൽ ഞങ്ങൾ ഒരുമിച്ച് സജീവമായിട്ട് ഏതാനും വർഷങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. സണ്ണി അസുഖബാധിതനാവുന്നത് വരെ ഈ കൂട്ടായ്മയിൽ സജീവമായിരുന്നു. സണ്ണിയുടെ ആത്മാവിന് ആത്മശാന്തി നേരുന്നു. അതുപോലെ സണ്ണി എളപ്പുങ്കലിൻ്റെ കുടുംബത്തിന് സണ്ണിയുടെ വേർപാടിൽ ഉള്ള ദുഃഖം എത്രയും വേഗം പരിഹരിക്കാനായിട്ട് ദൈവം ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഔസേപ്പച്ചൻ കിഴക്കേത്തോട്ടം. സണ്ണി ഇളപ്പുങ്കൽ കൊളോൺ മലയാളി സമൂഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ശബ്ദം നിശ്ചലമായി. 45 കൊല്ലം ഞങ്ങളുടെ സ്നേഹബന്ധത്തിന് ആയുസ്സുണ്ടായിരുന്നു. ആ ബന്ധം ഊഷ്മളവും ശക്തവുമായിരുന്നു. സണ്ണിയോടൊപ്പം വിവിധ പൊതുപ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. തികച്ചും നിലപാടുകളുള്ള വ്യക്തിത്വമായിരുന്നു സണ്ണിയുടേത്. എതിർക്കേണ്ടതിനെ എതിർക്കുവാൻ ഒരു മടിയുമില്ലാത്ത ചങ്കുറപ്പുള്ള സണ്ണി. തികച്ചും ഒരു സ്പോർട്ലറായിരുന്നു സണ്ണി എന്നതും ഇത്തരണത്തിൽ ഓർക്കുന്നു. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ബാഡ്മിൻ്റൺ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ സണ്ണി സ്പോർട്സ് ലോകത്തിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. 60 വയസ്സിന് മുകളിലും മാരത്തൺ ഓടിയിരുന്ന സണ്ണി സ്പോർട്സിനോടുള്ള തൻ്റെ പ്രതിബദ്ധത തെളിയിച്ചിരുന്നു. 56 കളിയിൽ തൽപരനായിരുന്ന സണ്ണിയോടൊപ്പം വിവിധ ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. സണ്ണിയുടെ ശാന്തമായ തിരുത്തലുകൾ എന്നെ മുന്നോട്ട് നയിപ്പിച്ചു. സണ്ണിയുടെ വേർപാട് കൊളോൺ മലയാളി സമൂഹത്തിന് അനിർവചനീയമായ നഷ്ടമാണ്.
നഷ്ടപ്പെടുമ്പോഴേ നഷ്ടപ്പെടുന്നതിന് നഷ്ടം അതെത്രയെന്നറിയുള്ളൂ നാം. ONV എഴുതിയതുപോലെ നിലാവസ്തമിച്ചു, മിഴിച്ചപ്പടച്ചു, സനിശ്വാസമാം ഹംസഗാനം നിലച്ചു. സ്മരണാഞ്ജലികളോടെ പ്രണാമം. തോമസ് അറമ്പൻകുടി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സണ്ണിയുടെ വേർപാട് കൊളോണിലെ മലയാളികൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വളരെയധികം വേദനയും സങ്കടവും ഉളവാക്കുന്നു. ഞാനും സണ്ണിയുമായി ഏകദേശം 40 വർഷത്തെ സുഹൃത്ത് ബന്ധമാണുള്ളത്. കേരള സമാജത്തിലും കൈരളി കലാസമിതിയിലും ഞങ്ങൾ ഒരുമിച്ച് 4 സ്റ്റാൻഡിലുണ്ടായിരുന്നു. ഫ്രൈസൈറ്റ് ഗ്രൂപ്പിലെ 56 ചീട്ടുകളിലും കൊളോണിലും SNലും മറ്റു സ്ഥലങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ ഞങ്ങൾ പാർട്ട്ണറായി പങ്കെടുത്തിട്ടുണ്ട്. കൊളോൺ കേരള സമാജത്തിൻ്റെ 56 ചീട്ടുകളി മത്സരത്തിൻ്റെ നിയമാവലി ഉണ്ടാക്കുന്നതിന് സണ്ണിയും ഞാനും മാത്യു കണ്ണങ്കരയും കളത്തിക്കാട്ടിൽ ആൻ്റണിയും ഭാഗവാക്കുകളായിരുന്നു. ആ നിയമാവലിയാണ് ഏതാനും വ്യത്യാസങ്ങൾ വരുത്തി ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഒരുമിച്ച് പല കാര്യങ്ങളിലും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 1-2 നാടകങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെപ്പോലെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരസ്പരം സംസാരിക്കുകയും പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട്. വളരെയധികം നന്മയും ശുദ്ധമനസ്കനുമായ ഒരു നല്ല സുഹൃത്തും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെയധികം തൽപരനുമായിരുന്നു സണ്ണി. കൃത്യതയോടെ അഭിപ്രായം പറയുകയും മുഖം നോക്കാതെ ആരോടും അത് തുറന്നു പറയുവാൻ മടി കാണിക്കുന്ന ആളുമല്ലായിരുന്നു സണ്ണി. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ ഉത്സുകനായിരുന്നു. അല്പം മദ്യപിക്കാനും സൊറ പറയാനും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. സണ്ണി, വിൽഫ്രഡ്, അച്ചൻകുഞ്ഞ്, ജേക്കബ് ദാനിയൽ, ഇന്നസെൻ്റ് കാരുവള്ളിൽ, കിള്ളിയാൻ, ആൻ്റണി മുട്ടത്തോട്ടിൽ, ജസ്റ്റിൻ പനക്കൽ, സ്റ്റാലിൻ A, തോമസ് അറമ്പൻകുടി, ജോൺ ഇളമത മുതൽ പേർ ഒരേ രീതിയിൽ കൈരളി കലാസമിതിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. ഒരു നല്ല സുഹൃത്തിൻ്റെ വേർപാടിൽ വളരെയധികം ദുഃഖവും പ്രയാസവും ഉണ്ട്. ഒരിക്കലും മറക്കാത്ത ഓർമ്മകളുമായി വേദനയോടെ സണ്ണി എന്നും മനസ്സിലുണ്ടായിരിക്കും. സണ്ണിയുടെ വേർപാട് ഒരുപാട് വേദന ഉണ്ടാക്കുന്നു. സണ്ണിയുടെ കുടുംബാംഗങ്ങൾക്ക് ഈശ്വരൻ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തോമസ് അറമ്പൻകുടി. വാക്കുകളിലും പ്രവർത്തികളിലും ഒരുപോലെ വിശ്വസ്തത പുലർത്തിയ കൊളോൺ മലയാളികൾക്ക് എന്നും സഹായിയായിരുന്ന സണ്ണിക്ക് പ്രാർത്ഥനാപൂർവം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിനൊപ്പം ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളുടെ സങ്കടത്തിൽ പ്രവാസി ഓൺലൈനും പങ്കുചേരുന്നു. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.